രാത്രി 1:30 മണി. എന്തോ ഒരു ഒച്ച കേട്ടിട്ടാണ് ആ അമ്മ ഞെട്ടി എഴുന്നേക്കുന്നത്. അന്നത്തെ ദിവസം ആ അമ്മയ്ക്ക് ഉറക്കമില്ലായിരുന്നു. എന്താണെന്നറിയില്ല, എന്തോ ഒരു ദുരന്തം വരിക എന്നുള്ളത് ആ അമ്മയുടെ മനസ്സിൽ തോന്നിയിരുന്നു. രാത്രി വെച്ച ഭക്ഷണം ആ കുടുംബത്തിന് കഴിക്കാൻ തോന്നിയില്ല. എന്തായാലും ആ അമ്മയുടെ തോന്നലുകൾ വെറുതെ ആയിരുന്നില്ല. ഇരുമ്പല് കേട്ട് കതക് തുറന്നതിന് മുമ്പ് തന്നെ ആ ഒരു കുടുംബത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മക്കള് എല്ലാവരും ഉറങ്ങുമായിരുന്നു. കൊച്ചുമോളും ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഉറങ്ങുന്ന സമയത്ത് ആണ് ഈ അമ്മ കതക് തുറക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയാനായിട്ട് കതക് തുറക്കുന്ന സമയത്ത് കാണുന്നത് കുതിച്ചെത്തുന്ന വെള്ളപ്പാച്ചിലുകളും കരിങ്കല്ലുകളും മരക്കഷ്ണങ്ങളുമായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് ആ അമ്മ പുറത്തേക്ക് ചാടി. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ സ്വന്തം കൊച്ചുമോള് വീടിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു വീട് ഇടിഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് വീണ് അതിന്റെ എന്താ പറയാ, നമ്മൾ അടുപ്പൊക്കെ വെക്കുന്ന പുക പോകുന്ന സ്ഥലമില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടി കുഞ്ഞ് ഇറങ്ങി വരികയാണ്. ഈ അമ്മ ഒന്നും നോക്കാതെ ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ രക്ഷിച്ചു. അമ്മയുടെ കൊച്ചുമോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു തിട്ടുപോലൊരു സ്ഥലം, എവിടെയോ ഒരു പച്ചപ്പ് കിട്ടി, അല്ലെ എവിടെയോ ഒരു പുൽത്തകിട് കിട്ടി, അതിലേക്ക് ആ അമ്മ വലിഞ്ഞു കയറുകയാണ്. കുഞ്ഞിനെയായിട്ട് വലിഞ്ഞു കയറുന്ന സമയത്ത് അമ്മ കാണുന്നത് എന്താന്ന് ചോദിച്ചാൽ വന്യജീവിയായ, അതായത് ഇപ്പൊ എല്ലാവരും വയനാട്ടുകാരെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആനകളുടെ ഉപദ്രവത്തിലാണ്. അതായത് ഏത് സമയത്തും ആ കാട്ടാന കയറി വീടുകളിൽ കയറി ഉപദ്രവിക്കുക. എത്ര പേരാണ് മരണപ്പെട്ടെന്നറിയോ? ഓടിച്ചിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ പുറകെ വന്ന് ഓടിച്ചിട്ട് കൊല്ലുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടുത്തെ കാട്ടാനകൾക്കുള്ളത്. പക്ഷെ അതിലൊരു വേറിട്ട ഒരു എന്താ പറയാ, മനുഷ്യനാണോ അതോ മൃഗമാണോ എന്ന് നമുക്ക് മനസ്സിലാകാത്ത ഒരു വന്യജീവി, ഒരു ആന. 3 ആനകളാണ് നിൽക്കുന്നത്. 2 ആനകൾ അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ തോട്ടത്തിൽ കയറുകയാണല്ലോ, എന്തൊക്കെയോ കിട്ടുന്നതെല്ലാം പറിച്ചു കഴിക്കുന്നു. പക്ഷെ ഈ ആന മാത്രം ഈ അമ്മയും മോളും നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. ആ അമ്മുമ്മ മോളെ ചേർത്ത് പിടിച്ചിട്ട് ആനയോട് പറയണേ, ഒരുപാട് ദുരന്തത്തിലാണ് ഞങ്ങൾ കയറി വന്നത്, ഞങ്ങളെ ഒന്നും ചെയ്യരുതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ആനയ്ക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവിടെ നിന്നൊരു സമയം ആ ആനയിൽ ദൈവത്തെ പോലെ ആണ് ആന ആ അമ്മയെ കുഞ്ഞിനെ സംരക്ഷിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. കാര്യം എന്താ വെച്ചാൽ കാട്ടാനയാണ്, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വലിച്ചു കീറി തേച്ച് കൊടുക്കും. അതാണ് ആനയുടെ സ്വഭാവം. ദൈവത്തിന്റെ കയ്യൊപ്പുമായി, അല്ല ദൈവം പറഞ്ഞു വിട്ട പോലെയാണ് ആ ആന അവരെ ഒന്നും ചെയ്യാതെ നിന്നത് കാവലായിട്ട്. കാര്യം മറ്റുള്ള രക്ഷാപ്രവർത്തകരെത്തുന്ന ആ സമയം വരെ ആ ആന അവരുടെ മുന്നിൽ രക്ഷകനായിട്ട് നിൽക്കുകയാണ്. ആ അമ്മ നോക്കുമ്പോൾ ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നെന്നാണ് പറഞ്ഞത്. എന്താണല്ലേ ആ അവസ്ഥ ഒന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയാ, ഞാൻ ആ ആനയോടൊരു നമസ്കാരം പറയാണ്. വേറൊന്നും കൊണ്ടല്ല, മനുഷ്യർ ചെയ്യാത്ത ഒരു പ്രൊട്ടക്ഷൻ ആ സമയത്ത് ആ ആനയാണ് ചെയ്തത്. പ്രകൃതിയുടെ ഈ ദുരന്തം ആനയ്ക്ക് മനസ്സിലായെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ടച്ച് ഉണ്ടെന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.